ആർ ഷീലകയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ BJPക്ക് വോട്ട് കുറയാനുള്ള സാധ്യത അവിടെ ഉണ്ട്. ഒരു അല്പമെങ്കിലും അവിടെ വി കെ പ്രശാന്തിനാണ് സാധ്യത എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്നുള്ള ഗ്രൗണ്ട് റിയാലിറ്റി. ഇത്തവണയും മുരളി തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥി എന്നുള്ളത് കൊണ്ട് തന്നെ മുരളിക്ക് അനായാസം വിജയിച്ച് കയറാൻ പറ്റുന്ന ഒരു മണ്ഡലം തന്നെയാണ്. വാമനപുരത്ത് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. DK മുരളി ഹാട്രിക് വിജയം നേടും എന്ന് തന്നെയാണ് നമുക്കതിൽ പറയാനുള്ളത്. ഈ തദ്ദേശ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് ഉണ്ടാക്കിയ ഒരു പെർഫോമൻസിലേക്ക് ഈ ആർഷിയിലേക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായും BJP നേതൃത്വം അവർക്കെതിരെ വാളെടുക്കുമെന്ന് തന്നെ നമ്മളിൽ കാണുന്നു. അതുപോലെ തന്നെ നിർണായകമാണ് വി കെ പ്രശാന്തിന് ഒരു തോൽവി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വി കെ പ്രശാന്തിൻ്റെയും രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാവും. പക്ഷേ മുരളീധരൻ ഉണ്ടാകുന്ന പോലെയുള്ള ഒരു തിരിച്ചടി ഒരിക്കലും വി കെ പ്രശാന്തിന് ഉണ്ടാവില്ല. നമസ്കാരം. രാജേട്ട, ഇന്ന് നമ്മൾ മണ്ഡലങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങളാണ്. ഒന്ന് വാമനപുരവും അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവിൽ ഇപ്രാവശ്യം കെ മുരളീധരനും വി കെ പ്രശാന്തും അതോടൊപ്പം തന്നെ IPS ശ്രീലേഖയും തമ്മിലുള്ള ഒരു കനത്ത മത്സരമാണ് നടക്കുന്നത്. ആർക്കാണ് മുൻതൂക്കം എന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കാത്ത രീതിയിൽ സംസ്ഥാനത്തെ ഒരു വലിയ രീതിയിൽ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം അത് വട്ടിയൂർക്കാവ് മാത്രമാകാനാണ് സാധ്യത എനിക്ക് തോന്നുന്നു. മറ്റ് പല മണ്ഡലങ്ങളിലും ഈ ത്രികോണ മത്സരം പറയുന്നുണ്ടെങ്കിലും ഇത്ര വാശിയേറിയ ഒരു ത്രികോണ മത്സരം സംസ്ഥാനത്ത് നടക്കുന്നത് വട്ടിയൂർക്കാവിൽ മാത്രമാണ് എന്ന് പറയേണ്ടി വരും. 2 പ്രാവശ്യം വട്ടിയൂർക്കാവിൽ നിന്ന് ശ്രീ കെ മുരളീധരൻ വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പ്രാവശ്യം വട്ടിയൂർക്കാവിൽ നിന്ന് വി കെ പ്രശാന്ത് വിജയിച്ചിട്ടുണ്ട്. IPSൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷം ആണ് പിന്നെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നതും. അവർ മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലർ ആയിട്ടുണ്ട്. അവർ മേയർ ആകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. വെറും ഒരു കൗൺസിലർ ആയിട്ടിരിക്കാൻ ഒരു റിട്ടയർഡ് DGP എന്നൊക്കെ ഉള്ള ഒരു ചോദ്യവും ഗർവവും ഒക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. എങ്കിൽ തന്നെയും അവരെ വലിയ പ്രതീക്ഷയോടുകൂടി നൃത്തമൊക്കെ ചവിട്ടിയാണ് ഇപ്രാവശ്യം എന്താ പറയുക പ്രചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വട്ടിയൂർക്കാവും വാമനപുരവും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ആർക്കാണ് മുൻതൂക്കം, എന്താണ് സംഭവം? ഈ വട്ടിയൂർക്കാവിൽ സിബി പറഞ്ഞ പോലെ വട്ടിയൂർക്കാവിൽ വളരെ വാശിയേറിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ആകർഷകമായ മത്സരം നടക്കുന്നതും ഈ വട്ടിയൂർക്കാവിലാണ് നമ്മൾ കാണണം. കാരണം നേരത്തെ 2011-ലും 2016-ലും വിജയിച്ച കോൺഗ്രസിൻ്റെ UDFൻ്റെ സ്ഥാനാർത്ഥിയായ കെ മുരളീധരനാണ് ഇത്തവണ വീണ്ടും UDFൻ്റെ അവിടുത്തെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. മുരളീധരൻ വടകരയിൽ മത്സരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അദ്ദേഹം MLA ആയിരുന്ന സമയത്താണല്ലോ അദ്ദേഹം വടകരയിൽ മത്സരിക്കുകയും അവിടെ ജയിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഇവിടെ ബൈ ഇലക്ഷൻ വരുന്നത്. ആ സമയത്ത് വി കെ പ്രശാന്തിൻ്റെ നമുക്കറിയാം. അതിനും നമുക്ക് തൊട്ടടുത്ത മുന്നേ പ്രളയം നടന്ന സമയത്ത് അദ്ദേഹം വലിയ രീതിയിൽ ആത്മാർത്ഥമായ ഒരു പ്രവർത്തനമൊക്കെ കാഴ്ച അദ്ദേഹത്തിന് ഒരു വിളിപ്പേരുണ്ടായിരുന്നു, മേയർ ബ്രോ എന്ന് പറഞ്ഞിട്ട്. അന്ന് വളരെ ചടുലമായ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച വി കെ പ്രശാന്ത് ഈ മണ്ഡലം പരമ്പരാഗതമായി കോൺഗ്രസിനോട് ആഭിമുഖ്യമുണ്ടായിരുന്ന വട്ടിയൂർക്കാവ് അദ്ദേഹം പിടിച്ചെടുക്കുകയും വിജയം ആവർത്തിക്കുകയും ചെയ്തു. 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയം ആവർത്തിക്കുകയും ചെയ്തു. ഇത്തവണ വീണ്ടും മുരളീധരൻ അവരുടെ തട്ടകത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. മുരളീധരൻ പരിചയപ്പെടുത്തലിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം മുരളീധരൻ. അതുകൊണ്ട് നിലവിൽ ഉള്ള ഒരു സാഹചര്യത്തിൽ എന്ന് പറയുന്നത് എന്തും സംഭവിക്കാവുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇപ്പോൾ വട്ടിയൂർക്കാവിൽ എന്ന് കാണുന്നത്. അപ്പം സിബി സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ റിട്ടയർഡ് DGP ആയ ആർ ഷീലേഖയാണ് BJPയുടെ സ്ഥാനാർത്ഥി. ആർ ഷീലേഖ രാഷ്ട്രീയത്തിൽ അത്ര വലിയ പരിചയമൊന്നുള്ള ആളല്ലെങ്കിൽ പോലും അവർക്ക് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ വളരെ ഈസിയായി അവിടെ വിജയിച്ചു എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. പക്ഷേ നമ്മളിൽ കാണേണ്ടത് ആർ ഷീലേഖ പിന്നീട് എടുത്ത തീരുമാനങ്ങളും പിന്നീടുണ്ടായ പ്രതികരണങ്ങളൊക്കെ അവർക്ക് വോട്ട് കുറയാനുള്ള ഒരു സാധ്യതയാണ് അവിടെ ഉള്ളത് എന്നാണ്. അടിയൊഴുക്കൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്കറിയാം. കാരണം അവർ മേയർ ആവാൻ വേണ്ടി ഏറെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ VV രാജേഷാണ് അവിടെ മേയറായത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ കോർപ്പറേഷൻ പിടിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും കോർപ്പറേഷൻ BJPക്ക് അനുകൂലമാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധിയായ രാഷ്ട്രീയ നീക്കങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ച നേതാവാണ് VV രാജേഷ്. അതുകൊണ്ട് തന്നെ VV രാജേഷിനെ മാറ്റി ഈ ആർ ഷീലേഖയെ കൊണ്ട് ഒറ്റ ടേമിൽ തന്നെ മേയറാക്കിയാൽ ഈ കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെടും എന്നുള്ള കൃത്യമായി ബോധ്യമുള്ള നേതൃത്വം VV രാജേഷിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയായിരുന്നു. നമുക്കറിയാം VV രാജേഷ് നേരത്തെ 2011 മുരളീധരനെതിരെ ഈ വട്ടിയൂർക്കാവിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. പിന്നീട് മത്സരിച്ചത് കുമ്മനം രാജശേഖരനായിരുന്നു. കുമ്മനം രാജശേഖരനും TNCM ആയിരുന്നു അന്ന് NDAയുടെയും LDFൻ്റെയും സ്ഥാനാർത്ഥികൾ. മുരളീധരൻ ആദ്യം മത്സരിക്കുന്ന സമയത്ത് അന്ന് ചെറിയാൻ ഫിലിപ്പ് UDFൻ്റെ കൂടെ അല്ല കോൺഗ്രസിലേക്ക് അദ്ദേഹം തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആയിരുന്നു ഇവരുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി. ഇത്തരത്തിലുള്ള ചില സാധ്യതകളൊക്കെ പിന്നെ മാത്രമല്ല BJPക്ക് അത്രയൊന്നും ശക്തിയില്ലാതിരുന്ന കാലത്താണ് ഈ മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിയായിരുന്നവർക്ക്. പക്ഷേ 2016 വളരെ ശക്തമായ പോരാട്ടമായിരുന്നു
പര്യവേഷണമായിരുന്നു കുമ്മനം രാജശേഖരനുമായിട്ട് ഇദ്ദേഹം നടത്തിയിരുന്നത് എന്നുകൂടി നമ്മളിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തവണത്തെ സ്ഥാനാർത്ഥി കുമ്മനവും അല്ല വി രാജേഷും അല്ല, ആർ ശ്രീലേഖയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ BJP വോട്ട് കുറയാനുള്ള സാധ്യത അവിടെ ഉണ്ട്. പക്ഷേ ഈ പ്രശാന്തും മുരളീധരനും തമ്മിലുള്ള പോരാട്ടത്തിൽ ആർക്കായിരിക്കും ഇത് അനുകൂല കാലാവസ്ഥ ഉണ്ടാക്കുക എന്നതിനെ കുറിച്ചിട്ട് ഇപ്പോഴും അവ്യക്തതയാണ്. രണ്ടുപേരെയും വട്ടിയൂർക്കാവുകാർക്ക് അത്ര തള്ളി പറയാൻ പറ്റാത്ത സ്ഥാനാർത്ഥികളാണ് ഇവർ രണ്ടുപേരും. ഒരാൾ സിറ്റിംഗ് MLA ആണ്, മറ്റേ നേരത്തെ 2 തവണ MLA അയാളാണ്. അതുകൊണ്ട് ഈ വിജയപരാജയങ്ങൾ പലതിനെയും ആശ്രയിച്ചായിരിക്കുമെങ്കിൽ പോലും മുരളീധരന് വിജയിക്കാനുള്ള സാധ്യത നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് ജനങ്ങൾ എന്ത് തീരുമാനിക്കും എന്നതിനെക്കുറിച്ചിരിക്കും അവിടുത്തെ വിജയപരാജയങ്ങൾ. എങ്കിലും ഒരു അല്പമെങ്കിലും അവിടെ VK പ്രശാന്തിനാണ് സാധ്യത എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്നുള്ള ഗ്രൗണ്ട് റിയാലിറ്റി. നമ്മൾ വാമനപുരത്തേക്ക് വരികയാണെങ്കിൽ, വാമനപുരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖല അടങ്ങുന്ന ഒരു മണ്ഡലമാണ്. അവിടെ 2 തവണ മാത്രമാണ് ഒരു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചത്. തുടർച്ചയായി 1977 തുടങ്ങിയ LDFൻ്റെ പോരാട്ടം, അവിടെ കുതിപ്പ് ഇന്ന് വരെ ആർക്കും പിടിച്ചുകെട്ടാൻ പറ്റാത്ത രീതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പിലും CPMൻ്റെ സ്ഥാനാർത്ഥികൾ മാത്രം വിജയിച്ചിരുന്നൊരു മണ്ഡലം കൂടിയാണ്. നമുക്കറിയാം പിരപ്പൻകോട് മുരളിയും കോലിയക്കോട് കൃഷ്ണൻ നായരും ഒക്കെ അവിടെ നിന്ന് നിരവധി തവണ MLA-മാരായ ഒരു മണ്ഡലം കൂടിയാണ്. ഈ 2 ടേമായിട്ട് DK മുരളിയാണ് അവിടുത്തെ MLA. ഇത്തവണയും മുരളി തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥി എന്നുള്ളത് കൊണ്ട് തന്നെ മുരളിക്ക് അനായാസം വിജയിച്ച് കയറാൻ പറ്റുന്ന ഒരു മണ്ഡലം തന്നെയാണ്. സുധീഷ പാങ്ങോടാണ് UDFൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ വലിയ ഗ്രിപ്പുള്ള ഒരു നേതാവൊന്നും അല്ലെങ്കിൽ പോലും മറ്റ് ചില സാമുദായിക സമവാക്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കുറച്ചും കൂടി ആത്മവിശ്വാസം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വമായിട്ട് ബന്ധപ്പെട്ട് ചില ആരോപണങ്ങളൊക്കെ ഉയർന്നൊരു പ്രദേശം കൂടിയാണ്. ആരോപണങ്ങളൊക്കെ ഉയർന്ന സ്ഥലമാണ്. അതുപോലെ BJPക്കും അത്യാവശ്യം ഗ്രിപ്പുള്ള ഒരു സ്ഥലം തന്നെയാണ്. BJPന്റെ സ്ഥാനാർത്ഥിയും വളരെ ശക്തമായി തന്നെ അവിടെ ഉണ്ടെങ്കിൽ പോലും ഒരു ത്രികോണ മത്സരത്തിന്റെ ഒന്നും ഒരു അതിലേക്കൊന്നും അവിടുത്തെ BJP സ്ഥാനാർത്ഥി വളർന്നിട്ടില്ല എന്ന് നമ്മൾ കാണണം. അതുകൊണ്ട് വാമനപുരത്ത് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. DK മുരളി ഹാട്രിക് വിജയം നേടും എന്ന് തന്നെയാണ് നമുക്ക് അതിൽ പറയാനുള്ളത്. നമ്മൾ വാമനപുരത്തേക്കാൾ കൂടുതലായിട്ട് നമ്മൾ പ്രാധാന്യം നൽകേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവ് കോർപ്പറേഷൻ പരിധിയിൽ കൂടി പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴുണ്ട്. VV രാജേഷ് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചിട്ടൊക്കെയാണ് വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നു തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് എന്നൊക്കെയുള്ള വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയാണ് വന്നത്. പക്ഷെ അതിനുശേഷം വേണ്ട രീതിയിൽ ഭരണം അങ്ങോട്ട് മെച്ചപ്പെടുന്നില്ല എന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട്. അതുകൂടി ഒരു മേയർ ബ്രോയായി ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. കാരണം ആര്യ രാജേന്ദ്രൻ പെർഫോം ചെയ്ത അത്ര പോലും പെർഫോം ചെയ്യാനായിട്ട് VV രാജേഷിന് സാധിക്കുന്നില്ല എന്നൊരു പരാതി ഉയർന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ അതിൽ 2 രീതിയിൽ ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. ഒന്ന്, വട്ടിയൂർക്കാവിൽ പരാജയപ്പെടുന്ന ആർ ശ്രീലേഖ പാർട്ടിക്കകത്ത് തുടരണം എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ മേയർ സ്ഥാനം കൊടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ ശ്രീലേഖയാണ് വട്ടിയൂർക്കാവ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ VV രാജേഷിൻ്റെ കസേര സേഫ് ആയിരിക്കും. അതല്ലാത്ത പക്ഷം ഈ രാജേഷിൻ്റെ പെർഫോമൻസിലുള്ളൊരു പ്രശ്നം രാജേഷിന് മിക്കവാറും വെറൊരു കൗൺസിലറായിട്ടിരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയും അതോടൊപ്പം തന്നെ ആർ ശ്രീലേഖയ്ക്ക് ഒരു പ്രൊമോഷൻ കിട്ടാനായിട്ട് അങ്ങനത്തെ ഒരു സാധ്യതകളും കാണുന്നുണ്ടോ? അത്തരത്തിലൊരു സാധ്യത ഇല്ലാന്ന് മാത്രമല്ല, ഇപ്പം നേരത്തെ കിട്ടിയിരുന്ന വോട്ട് ഇപ്പം ഈ തദ്ദേശ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് ഉണ്ടാക്കിയ ഒരു പെർഫോമൻസിലേക്ക് ഈ ആർ ശ്രീലേക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായും BJP നേതൃത്വം അവർക്കെതിരെ വാളെടുക്കുമെന്ന് തന്നെ നമ്മളിൽ കാണുന്നുണ്ട്. അപ്പോൾ അവർ സംസ്ഥാന ഉപാധ്യക്ഷനൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് പൊളിറ്റിക്കലി ചില ധാരണയില്ലായ്മകളുണ്ട് എന്നുള്ളത് BJP നേതൃത്വം കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ അവർ സ്ഥാനാർത്ഥി ആവുമോ ഇല്ലയോ എന്നുള്ള വലിയ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി നേരത്തെ തന്നെ ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാക്കാൻ നേരത്തെ തന്നെ എടുത്ത തീരുമാനം പിന്നീട് അത് മാറ്റിയാൽ അല്ലെങ്കിൽ അത് ശ്രീലേഖയല്ല അവിടെ മറ്റൊരു സ്ഥാനാർത്ഥി വരികയാണ് ശ്രീലേഖ തീർച്ചയായും അവിടെ കലാപക്കൊടി ഉയർത്തും എന്നുള്ള ഭയം കൊണ്ട് മാത്രമാണ് ഇത്തവണ അവരെ സ്ഥാനാർത്ഥിയാക്കിയെന്ന് നമ്മളിൽ കാണേണ്ടത്. അതുകൊണ്ട് BJP സംസ്ഥാന നേതൃത്വത്തിനും അതുപോലെ തന്നെ ജില്ലാ നേതൃത്വത്തിനും തിരുവനന്തപുരത്ത് ജില്ലാ നേതൃത്വത്തിനും ശ്രീലേഖയുടെ ഈ രാഷ്ട്രീയപരമായ അറിവില്ലായ്മയ്ക്ക് വലിയ പ്രതിഷേധമുണ്ട്. അവർ ഒട്ടും പക്വതയോടുകൂടിയല്ല, ഒരു രാഷ്ട്രീയക്കാരിക്ക് വേണ്ട പക്വതയോടുകൂടിയല്ല അവിടെ പല പ്രതികരണം നടത്തുന്നുള്ള ഇപ്പോൾ തന്നെ വലിയ വിഷയമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ അത്രയും വോട്ട് പോലും BJPയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് നമ്മളിൽ കാണേണ്ടതുണ്ട്. അതിലേറെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് മുരളീധരൻ എന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ചാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മുരളീധരൻ എന്ന് പറയുന്നത് എല്ലാ കാലത്തും പലതരത്തിലെ രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്ക് വിധേയനായ
പ്രബുദ്ധനായ ഒരാളാണെന്ന് പറയണം. കെ മുരളീധരൻ യഥാർത്ഥത്തിൽ വട്ടിയൂർക്കാവിൽ വളരെ സേഫ് ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ പാർട്ടി വടകര പിടിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കുന്നത്. വടകര പിടിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ അന്ന് മുരളീധരനൊന്നും പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ വടകരയിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധപൂർവ്വം മുരളീധരനെ അവിടുന്ന് വണ്ടി കയറ്റി വിട്ടപ്പോൾ ആ മണ്ഡലത്തിൽ മറ്റു ചില ആളുകൾക്ക് വലിയ കണ്ണുണ്ടായിരുന്നു നമ്മളിൽ കാണേണ്ടതുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ സ്ഥാനാർത്ഥിയായി ഭയങ്കരമായി ജനകീയനായ വി കെ പ്രശാന്ത് വന്നതോടുകൂടിയാണ് കോൺഗ്രസിൻ്റെ ഈ കണക്കൂട്ടലുകളെല്ലാം തെറ്റുന്നത്. ഇല്ലെങ്കിൽ മുരളീധരൻ എല്ലാ കാലത്തും അവിടെ വിജയിക്കുകയും മുരളീധരൻ്റെ ഉള്ളം കൈയിൽ ആ വട്ടിയൂർക്കാവ് നിലനിന്നേനെ. അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു ഭയപ്പാടുണ്ടായി, വടകരയിൽ നിന്ന് കഴിഞ്ഞാൽ പരാജയപ്പെടുമോ എന്നൊരു ഭയപ്പാട്. കാരണം പി ജയരാജനാണ് അന്ന് എതിർ സ്ഥാനാർത്ഥിയായിട്ട് വടകരയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ അവിടെ ആ പി ജയരാജനെ പരാജയപ്പെടുത്തുക എന്നുള്ള ദൗത്യമായിട്ടാണ് ശ്രീ കെ മുരളീധരൻ അന്ന് വടകരയിലേക്ക് പോയത്. അന്ന് വടകരയിൽ മത്സരിക്കാനായിട്ട് ആരും തയ്യാറാവാത്ത സാഹചര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡി കെ ശിവകുമാർ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു, ഞാൻ വടകരയിൽ വന്ന് മത്സരിക്കാമെന്ന്. അതായത് കർണാടക ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഡി കെ ശിവകുമാർ വരെ അങ്ങനെ പ്രഖ്യാപിച്ചിരുന്നു. കാരണം അന്നൊരു ഭയപ്പാടുണ്ടായിരുന്നു സത്യത്തിൽ കോൺഗ്രസിന് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഏതൊക്കെയാലും കേരളത്തിൽ എനിക്ക് തോന്നുന്നു കെ മുരളീധരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി മെറ്റീരിയലാണ്. ഈ തവണ കൂടി യു ഡി എഫിന് ഭരണമില്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ AICC നേതൃത്വത്തിന് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ മുരളീധരൻ്റെ കൈകളിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് സംവിധാനത്തെ നൽകുക എന്നുള്ളത് മാത്രമായിരിക്കും. എങ്കിൽ മാത്രമേ കോൺഗ്രസിന് ഇനിയൊരു തിരിച്ചുവരവ് കേരളത്തിൽ സാധ്യമാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴായിട്ട് രാഷ്ട്രീയ വഞ്ചനയാൽ ബലിയാടായ ഒരു നേതാവ് കൂടിയാണ് നമ്മൾ കാണണം. ലീഡർ കെ കരുണാകരൻ്റെ മകനായിട്ട് പോലും അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള പരിഗണന ഒരു കാലത്തും കോൺഗ്രസ് ലഭിച്ചിരുന്നില്ല. കോൺഗ്രസ് അദ്ദേഹം എവിടെയെങ്കിലും പോയി അദ്ദേഹം കൂട് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആ കൂട് പൊളിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കൂടുമായി പോകാൻ പറയുന്നത്. അദ്ദേഹത്തിന് KPCC അധ്യക്ഷനായിരിക്കുന്ന സമയത്താണ് അത് രാജിവെച്ചിട്ട് അദ്ദേഹം മന്ത്രിസഭയിൽ അംഗമാവുന്നു. 6 മാസത്തിനുള്ളിൽ വടക്കാഞ്ചേരിയിൽ നടന്ന ബൈ ഇലക്ഷനിൽ അദ്ദേഹം ദയനീയമായി പരാജയപ്പെടുന്നു. ഇതോടുകൂടിയാണ് മുരളീധരൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് തിരിച്ചടിയുണ്ട്. അപ്പോൾ UDF അധികാരത്തിൽ വരുമ്പോഴെല്ലാം അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അദ്ദേഹത്തിന് ഒരിക്കലും പിന്നീട് മന്ത്രിയാവാനോ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് പോലും ആവാൻ പറ്റിയില്ല നമ്മൾ കാണണം. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവൊക്കെ ആയി മാറേണ്ടിയിരുന്ന ഈ ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന ആ ടേമിൽ യഥാർത്ഥത്തിൽ മുരളീധരൻ വട്ടിയൂർക്കാവിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് നിയമസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ആകേണ്ടിയിരുന്നതാണ്. അങ്ങനെ പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിൽ ഇത്തവണ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊക്കെ ആവേണ്ടിയിരുന്ന മുരളീധരൻ ഇന്നൊരു എന്താ പറയേണ്ടത് രാഷ്ട്രീയപരമായി വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന നമ്മളിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് വട്ടിയൂർക്കാവിലെ വിജയം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുരളീധരനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇനി ഒരു ഇലക്ഷനെ അഭിമുഖീകരിക്കാൻ പോലും പറ്റാത്തൊരു നിലയിലേക്ക് അദ്ദേഹം ഇവിടെ തോറ്റുപോയാൽ വരും എന്നുള്ളതുകൊണ്ട് മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവൻ മരണ പോരാട്ടമാണ് വട്ടിയൂർക്കാവിൽ നടത്തുന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ നിർണായകമാണ് വി കെ പ്രശാന്തിൻ്റെയും. വി കെ പ്രശാന്തിന് ഒരു തോൽവി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വി കെ പ്രശാന്തിൻ്റെയും രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാവും. പക്ഷേ മുരളീധരൻ ഉണ്ടാകുന്ന പോലെയുള്ള ഒരു തിരിച്ചടി ഒരിക്കലും വി കെ പ്രശാന്തിന് ഉണ്ടാവില്ല. കാരണം അദ്ദേഹം രാഷ്ട്രീയപരമായ പിന്നെയും യുവാവാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇനിയും പോരാട്ടത്തിനൊക്കെയുള്ള സമയമുണ്ട്. പക്ഷേ മുരളീധരൻ്റെ മുന്നിൽ വലിയ പ്രതിസന്ധികളുണ്ട്. അതുകൊണ്ട് മുരളീധരനെ ഇത്തവണ തൃശ്ശൂരിലെ തോൽവിയൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ നേതൃത്വം കുറച്ചും കൂടി സേഫായ നിലയിലേക്ക് കൊണ്ടുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. അല്ലെങ്കിൽ അവിടെയുള്ള കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിന് വിജയിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ തിരുവനന്തപുരം ജില്ലയിൽ മൊത്തത്തിൽ കഴിഞ്ഞ തവണ UDF വലിയ തിരിച്ചടി കിട്ടിയ സ്ഥലം കൂടിയായിരുന്നു നമ്മളിൽ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത്തവണ മറ്റ് പല സമീപ മണ്ഡലങ്ങളുടെയും വിജയപരാജയങ്ങളും വട്ടിയൂർക്കാവിലെ വിജയവും ഒക്കെ ഒരേപോലെ ആയിരിക്കും എന്നുള്ളതും കൂടി നമ്മളിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ്സിന് ഇപ്പം ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് CPM-നേക്കാളേറെ BJP ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ BJP സ്ഥാനാർത്ഥി വോട്ട് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ തീർച്ചയായും മുരളീധരൻ അവിടെ ജയിച്ചു കയറും തന്നെ നമ്മൾ കാണേണ്ടത്.